ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെ ആക്രമണം. കുമില്ലയിൽ പൂജാ ചടങ്ങിന് നേരെയാണ് ബോംബർ ഉണ്ടായത്. മുഖ്യ പുരോഹിതനുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ആർഎച്ച് വിവരങ്ങളും ചേരുന്നു. അച്യുതൻ, ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞെടുത്ത് ആക്രമിക്കാം, അവർക്കെതിരെ വ്യാജങ്ങൾ പറഞ്ഞുണ്ടാക്കാം, അവരെ കൊല്ലുക തുടങ്ങിയ പരിപാടികൾ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഈ സംഭവം എന്താണ്? പരിക്കേറ്റവരുടെ അവസ്ഥ ഗുരുതരമാണോ അച്യുതൻ? ഹാഷ്മി, ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ, താരിഖ് റഹ്മാന്റെ സർക്കാർ അധികാരത്തിലേറ്റതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ, ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിലൊരു അയവുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യ വളരെ വലിയൊരു പ്രത്യാശ അക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. നയതന്ത്ര തലത്തിലടക്കം ബന്ധം വരുന്ന നാളുകളിൽ ശക്തിപ്പെടും എന്നുള്ളത് ഇന്ത്യയും വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പൂജാ ചടങ്ങിന് നേരെയായിരുന്നു ഒരു ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് കുമില്ലയിലാണ് അത്തരമൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. മുഖ്യ പുരോഹിതന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കാരണം ഈ ആക്രമണത്തിന് പിന്നിൽ ഏത് സംഘമാണ് പ്രവർത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണം കടന്നിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.